മദ്യത്തിനുള്ള നികുതി ഇളവിലും കരിമണൽ ഖനന വിഷയത്തിലും സർക്കാരിനെ പിന്തുണച്ചും VM സുധീരനെ കടന്നാക്രമിച്ചും വെള്ളാപ്പള്ളി നടേശൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് പ്രോത്സാഹിപ്പിക്കപ്പെടണം, കരിമണൽ ഖനനം രാജ്യ പുരോഗതിക്കെന്നും വെള്ളാപ്പള്ളി. തീരുമാനത്തിനെതിരെ തുറന്ന കത്തുകൾ അയക്കുന്ന VM സുധീരൻ സർക്കാരിന്റെ കാലനാണെന്നും വെള്ളാപ്പള്ളിയുടെ കടന്നാക്രമണം. ഈ ഭരണത്തിന് കാലൻ ആരാകുന്നു? സുധീരനാണ് ഈ ഭരണത്തിന് ഒരേ കാലനാകുള്ളൂ. ഇതൊക്കെ മുമ്പ് കോൺഗ്രസ് ഭരണത്തിൽ വന്നപ്പോഴും സുധീരൻ തന്നെയായിരുന്നു ആ ഭരണത്തിൻ്റെ അന്തകൻ. ഒരു പാർട്ടി മെമ്പറായ അദ്ദേഹത്തിന് ഒരിക്കലും ഇങ്ങനെ പരസ്യമായി എഴുതി കൊടുത്ത് പത്രത്തിൽ വരുത്തേണ്ടതാണോ മര്യാദ? അത് പാർട്ടി അച്ചടക്കമുള്ളവനാണെങ്കിൽ അതിനകത്തല്ലേ പറയേണ്ടത്. ഇങ്ങനെയുള്ള ആളുകളെ ഇവിടുത്തെ ദേശീയ നേതൃത്വം ഈ കോൺഗ്രസിൽ നിന്ന് പുറത്തടിച്ച് പിണ്ടം വെച്ച് കളഞ്ഞാൽ മാത്രമേ ഈ സുധീരനെ കുറിച്ചുള്ള ആളുകളെ ഒഴിവാക്കിയാൽ കേരള ഭരണത്തിൽ സുഖകരമായി ഈ ഭരണം കൊണ്ടുപോകാൻ സാധിക്കും. അയ്യപ്പ സംഗമത്തിൽ 200 മീറ്റർ ദൂരം പിണറായി വിജയൻ തന്നെ കാറിൽ കയറ്റിയതിൽ എന്താണ് തെറ്റെന്നും പിണറായി തന്നെയും ഞാൻ പിണറായിയെയും സ്നേഹിക്കുന്നതിൽ ചിലർക്ക് അസൂയയാണെന്നും വെള്ളാപ്പള്ളി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കാറിൽ കയറാൻ നേരത്തെ ഞാൻ നടന്നു വരുന്ന കണ്ടു. പ്രായമുള്ള ആളെന്ന നിലയിൽ എൻ്റെ കൂടി 200 മീറ്റർ ഉണ്ട്. എന്നെ നടത്തേണ്ട എന്ന് കണക്കാക്കി അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ എന്നെ കയറ്റിയെങ്കിലുള്ള തെറ്റെന്താണ്? പിണറായി എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ പിണറായിയെ സ്നേഹിക്കുന്നുണ്ട്, അതിന് സംശയമില്ല. അത് പല അസൂയക്കാർക്കും അതിനെ തകർക്കാനും തളർത്താനും വേണ്ടി അതൊരു വിഷയമായി എടുത്തുകൊണ്ട് അത് ചർച്ച ചെയ്ത് ചർവണം ചെയ്തുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിൽ കവിഞ്ഞിട്ട് ആ വിഷയത്തിന് ഒരു പ്രസക്തിയുള്ള കാര്യമല്ല. ശരത്ലാൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നുണ്ട്. ശരത്ലാൽ, വെള്ളാപ്പള്ളി നടേശന്റെ സുധീരനെതിരായ വിമർശനം ആരെയും ഒട്ടും സർപ്രൈസ്ഡ് ആക്കില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പം ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട് KK മഹേശന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയ ആളാണ് VM സുധീരൻ. അതിൽ പ്രകോപിതനായി സുധീരനല്ല ഏത് മഹാൻ വിചാരിച്ചാലും തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞു കഴിഞ്ഞു. അത് പിന്നെ സുധീരനോടുള്ള ഒരു വിയോജിപ്പ് വെള്ളാപ്പള്ളിക്ക് തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുധീരനെതിരായ വെള്ളാപ്പള്ളി നടേശന്റെ പുതിയ വിമർശനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം. അതിനൊപ്പം ഒരു പാർട്ടിയെ ഏറ്റവും മോശം രീതിയിൽ തകർക്കപ്പെട്ടതിന്, അതല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുണ്ടായ പരാജയത്തിൻ്റെ വലിയ കാരണങ്ങളിൽ ഒന്നായി ഇപ്പോഴും ആ മുന്നണി തന്നെ വിലയിരുത്തുന്ന ഒരു വിഷയമാണ് വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയതും അത് സമൂഹത്തിന് കൊടുത്ത സന്ദേശവും. അത് പക്ഷേ നിലവിൽ പിണറായി വിജയൻ ഇപ്പോഴും അതൊരു പ്രശ്നമായി തോന്നുന്നില്ല. സമാനമാണ് വെള്ളാപ്പള്ളിക്ക്. ഗുഡ് മോർണിംഗ് സുധലക്ഷ്മി. അതുതന്നെയാണ് സുധലക്ഷ്മി അല്പം മുമ്പ് സൂചിപ്പിച്ചത് തന്നെയാണ്. കാരണം വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വളരെ കൃത്യം തന്നെയാണ്. അദ്ദേഹത്തിന് അത് അക്കാര്യത്തിൽ യാതൊരുവിധ അതായത് അദ്ദേഹത്തിന് ഒരു പിറകോട്ട് പോക്കില്ല. VM സുധീരൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ 30 വർഷമായി VM സുധീരൻ തന്നെ വേട്ടയാടുന്നു എന്നാണ് വെള്ളാപ്പള്ളിയുടെ ആരോപണം. അത് ഇന്നലെ തുടങ്ങിയതല്ല. തനിക്കെതിരെ നേരത്തെ തന്നെ ഉദാഹരണം കോഴിക്കോട് നൌഷാദ് മാൻഹോളിൽ വീണ് മരണപ്പെട്ടപ്പോൾ താൻ നടത്തിയ പ്രസ്താവനയുടെ പേരിൽ തനിക്കെതിരെ അന്നത്തെ KPCC പ്രസിഡന്റായ PM സുധീരൻ പരാതി നൽകിയിരുന്നു. തനിക്കെതിരെ കേസെടുത്തിരുന്നു. അത് ഹൈക്കോടതിയിൽ വെച്ചാണ് ആ കേസിൽ എന്താണ് താൻ പറഞ്ഞതിൽ തെറ്റില്ല എന്ന് ഹൈക്കോടതിനെ പറയേണ്ട അവസരമുണ്ടായി. അതിനുശേഷം ഇപ്പോഴാണ് PM സുധീരൻ വീണ്ടും തന്നെ വേട്ടയാടുന്നത്. ഇതാണ് VM സുധീരൻ 30 വർഷമായി VM സുധീരനും അതേപോലെ തന്നെ വെള്ളാപ്പള്ളിയും തമ്മിലുള്ള ഈ തർക്കത്തിൻ്റെ അടിസ്ഥാനം തന്നെ. അതായത് 30 വർഷം മുമ്പ് വെള്ളാപ്പള്ളി PM സുധീരനെ പരാജയപ്പെടുത്തി അതിൻ്റെ പ്രതികാരമാണ് തന്നോട് ഇപ്പോഴും തീർക്കുന്നത് എന്നാണ് വെള്ളാപ്പള്ളിയുടെ നിലപാട്. അതേപോലെ തന്നെ പിണറായി വിജയനുമായിട്ടുള്ള തൻ്റെ സ്നേഹം, തൻ്റെ ബന്ധം, അതിനുള്ള അസൂയയാണ്, അതിനോടുള്ള ചില വ്യക്തിയുടെ അസൂയയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം, തനിക്കെതിരെ ദുഷ്പ്രചരണത്തിന് കാരണമെന്നും പറയുന്നുണ്ട്. അതുപോലെ ഒരു കാര്യത്തിലും താൻ പിറകോട്ടില്ല എന്ന ശക്തമായ നിലപാട് തന്നെയാണ് വെള്ളാപ്പള്ളി ഈ വിഷയത്തിൽ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം VM സതീശൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടുകൾക്ക് വെള്ളാപ്പള്ളി പരസ്യ പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. ഒന്നും വീര്യം കുറഞ്ഞ
മദ്യത്തിൻ്റെ കാര്യത്തിലും, രണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് കരിമണൽ ഖനനത്തിൻ്റെ കാര്യത്തിലും. ഈ രണ്ട്, അതായത് തൻ്റെ മുന്നണിക്കുള്ളിൽ നിന്നും കോൺഗ്രസിൽ നിന്നും വി.ഡി. സതീശൻ വിമർശനം ഏറ്റുവാങ്ങുന്ന രണ്ട് നയത്തിനോടും ഒരു വളരെ തുറന്നടിച്ച ഒരു പിന്തുണ തന്നെ നൽകുന്നു എന്നുള്ളതാണ്, വെള്ളാപ്പള്ളി നൽകുന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രത്യേകത. അതുതന്നെയാണ് അത് ലിജുവിന് പോലും, അതായത് ആലപ്പുഴയിൽ നിന്നുള്ള MLA, ആലപ്പുഴ ജില്ലയിൽ നിന്ന് MLA ലിജുവിന് പോലും വെള്ളാപ്പള്ളിയുടെ നിലപാട് തൻ്റെ, അതായത് വീര്യം കുറഞ്ഞ മദ്യത്തോടുള്ള ലിജുവിൻ്റെ വ്യക്തിപരമായ എതിർപ്പിനെ പോലും കവച്ചു വെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെ പറയും. വി.ഡി. സതീശന് വെള്ളാപ്പള്ളിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഈ രണ്ട് വിഷയത്തിലും കിട്ടിയിരിക്കുന്ന പിന്തുണ അത് വളരെ വലുതാണ്. ശ്രീലക്ഷ്മി. ഓക്കെ, ശരി ശരത്ത്, ശരി. ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ്റെ വിമർശനങ്ങളും പരാമർശങ്ങളും ഒക്കെ തുടരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്.